ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ജേണൽ ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഈ ബുക്ക് പുതിയ ബുക്ക് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഇന്ന് എനിക്കൊരു ജേണൽ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജേണൽ ചെയ്യാൻ ഈ ഒരു ബുക്ക് എടുത്തത്. പിന്നെ ഇന്ത്യയിൽ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഒരു ബാഗാണ് കേട്ടോ. ട്യൂഷന് പോകുമ്പോൾ ഞാൻ ബാഗ് എപ്പോഴും കുറേ പുസ്തകങ്ങളൊക്കെ ആയിട്ടൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാഗ് മേടിച്ചത്. ആകുമ്പോൾ 2-3 പുസ്തകം മാത്രം മതിയല്ലോ നമ്മുടെ ബാഗിൽ. എൻ്റെ കുറച്ച് കവായി സ്റ്റിക്കറുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തെടുത്തിടാം, വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കവായി സ്റ്റിക്കർ ഞാൻ ഇതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആകെ ഞാൻ ഒരു ഷീറ്റേ മേടിച്ചോളൂ. അടുത്ത സ്നാക്സിനോട് പറഞ്ഞ് ഞാൻ മേടിക്കുന്നതായിരിക്കും. ഈ അടുത്തതെങ്ങാനും സംഭവിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ കവായി സ്റ്റിക്കേഴ്സൊക്കെ കുറച്ച് ഒട്ടിച്ച് ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കി കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ കവായി സ്റ്റിക്കർ എടുത്തത് ആദ്യം നമ്മൾ ഒട്ടിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഞാനിവിടെയൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു ടാഗ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യണതാണ്. ഇതെനിക്ക് മേടിച്ച് തന്നത് എൻ്റെ ഒരു കൂട്ടുകാരത്തിയാണ് കേട്ടോ. ഇതാ നമ്മളവിടെ ഒരു നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ താഴെ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരാളത്തെ ഒരു സംഭവങ്ങളുണ്ട്, ഇതും കൂടെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ജേണൽ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ അത്യാവശ്യമായിരിക്കും, കാരണം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ. ഇതാ ഇതും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ബട്ട് ഒരിത്തിരി സൈഡായിട്ട് പോയതുപോലെ. ഇതിലാണെങ്കിൽ എന്തെങ്കിലും ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെടുത്ത് മാത്രം ഇച്ചിരി പാടാണ്. ഇത് കീറിപ്പോരോ എന്നൊക്കെ ഉള്ളൊരു ഭയം എനിക്കുണ്ടാവും. എനിക്ക് മാത്രമല്ല, ഇത് മേടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സാധനമാണ് ഭയം. ഇത് എങ്ങാനും ഒട്ടിക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളക്കി പറിച്ചെടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ഞാൻ ഇളക്കി പറിച്ചെടുത്തപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും അത്യാവശ്യം ഭംഗിയിലൊക്കെ ഒട്ടിക്കാനും എടുക്കാനും പറ്റി. ഇപ്രാവശ്യം ഒട്ടിച്ചപ്പോൾ ചെറിയൊരു വളവുണ്ടായിരുന്നു, ഞാൻ നേരെയാക്കി. രണ്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. രണ്ട് നല്ല കോമ്പിനേഷനിലുള്ളതാണ് കളേഴ്സ്. ഇവിടെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ പക്ഷേ അത് ടാഗിലാണ് ഒട്ടിച്ചത്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇതിൻ്റെ ഇങ്ങനെ നടുക്കിങ്ങനെയായിട്ട് ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതെടുത്ത് ഒട്ടിക്കാം. എന്തോ ഒരു സ്റ്റിക്കർ ചെറുതാണ്. ഇനി നമുക്ക് ഈ ഒരു സംഭവം ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ അല്ലേ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സംഭവം ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് വലിയ പ്രത്യേകതയൊന്നുമില്ല ഈ സംഭവം ഒട്ടിക്കുന്നതിന്. ഇതൊന്ന് അതിലൊരു ഭംഗിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. നമുക്ക് റോസാപ്പൂവൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. റോസാപ്പൂ അതിൻ്റെ 2-3 ഉണ്ടാവുള്ളൂ. അത് ഞാൻ വെള്ളമൊക്കെ അതിലൊക്കെ ഒട്ടിച്ചു. പിന്നെ കുറച്ച് ഫ്രണ്ട്സിലൊക്കെ കൊടുത്തു. അങ്ങനെ ആയിട്ടൊന്ന് ഞാൻ റോസാപ്പൂ പിന്നെ ഈ ഒരു സംഭവമൊക്കെ കയറ്റി അങ്ങോട്ട് ഒട്ടിച്ചു കിട്ടാം. ഒരു ബുക്കിൽ നമ്മൾ ഈ കവായി സ്റ്റിക്കറിൻ്റെ ഒരു ഷീറ്റ് തന്നെ വെച്ച് കേട്ടല്ലോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഉത്തരമാണ് കേട്ടോ. കണ്ട കളർ ഈ സംഭവത്തിനും ഇവിടെ ഒന്ന് ഒട്ടിച്ച് നമുക്ക് ഭംഗിയാക്കി. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. നമ്മുടെ മൈസൂർ പേരൊക്കെ അങ്ങനെയുള്ള ചെറിയ വാക്കുകളൊക്കെ എഴുതി നമുക്ക് ഭംഗിയാക്കാം. പിന്നെ കുറച്ച് റോസാപ്പൊക്കെ വേണം. നമുക്ക് എഴുത്തും കാര്യങ്ങളൊക്കെ കാണും. അതായത് നമ്മുടെ ടാഗ് എടുത്ത് ടാഗിൽ അത്ര സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ 2-3 എടുക്കാം. ഞാൻ ഇത് ഷോർട്ട്സ് ആക്കിയിട്ടുണ്ട്. 2 ഒട്ടിക്കണൊക്കെ ആയിട്ടുള്ള സ്റ്റിക്കർ ഇതൊക്കെ ഒട്ടിക്കണൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലത്തെ 2-3 റോസും കാര്യങ്ങളൊക്കെ എടുക്കാം.
ഈ 2 റോസാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ബോർഡറൊക്കെ കൊടുത്ത് നമുക്ക് എഴുതാം കേട്ടോ. നമുക്ക് ഇത് തുറക്കാം. നമുക്ക് എന്നിട്ട് റോസ് എടുത്ത് ഇതിലേക്ക് ഒട്ടിക്കാട്ടോ. റോസ് ഞാൻ 2 സൈഡിൽ ഒട്ടിക്കാനോ ഞാൻ ആലോചിക്കണം. റോസൊക്കെ വന്നപ്പോൾ കുറച്ച് ചന്തമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ബട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഒരെണ്ണമായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടത്തെ ഇത് മാറ്റാൻ പോകുന്നു. മാറ്റുണ്ടായിരുന്നു. ഇങ്ങനെ വന്നു. ഇപ്പം നമ്മളതാണ് ഭംഗിയിലായിട്ടുണ്ട്. ഇതിപ്പോൾ ജേണൽ എന്നല്ല പറയേണ്ടത്. ഇതിപ്പോൾ ഫുള്ള് സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ച ബുക്കുകളൊക്കെ പറയും. ഇതിപ്പോൾ കാണാൻ എൻ്റെ ഒരു 4 ഗേളുണ്ടായിരുന്നു. ഒരു ഗേൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഡ്രസ്സൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ഗേളായിരുന്നു അത് കാണുന്നില്ല. അത് കുട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുന്ന വീഡിയോ ഞാൻ കാണിക്കില്ല. ഒരു ഇതായിട്ട് കാണിച്ചു തരാം. നമുക്ക് എഴുതാം. ഇപ്പോൾ നമ്മൾ ചേർന്ന് ഇത്രയും ചെയ്യാനുള്ളൂ. കണ്ട എൻ്റെ കൈയക്ഷരങ്ങളാണ് കാണുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എനിക്കിഷ്ടമല്ല എഴുതണം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണം. പിന്നെ ജേണൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഈ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇപ്പോൾ ജേണൽ ചെയ്യാത്ത ആരും ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.